ഇങ്ങനെ ഈസി കൊടുത്താൽ മതിയായിരുന്നു എന്റെ പോലെ പാവം പയ്യന്. ഇത് ആക്ച്വലി ഞാനായിരുന്നു ഈ ഒരു ടങ് ട്വിസ്റ്റർ പ്ലാൻ ചെയ്തെങ്കിൽ ഞാൻ ഏതാണെന്ന് അറിയോ കൊടുക്കാൻ പോയ കുന്തി ദേവി കിണ്ടി കഴിയപ്പോൾ കിണ്ടിയുണ്ട് കുണ്ടിൽ വീണു. കുണ്ടി പിന്നെ വന്നോ? സോ നമ്മുടെ ലാസ്റ്റ് റൗണ്ട് കളിയിൽ അല്പം കാര്യം എന്ന ഈ ഒരു ഷോയിലെ ഏറ്റവും ലാസ്റ്റ് റൗണ്ട് ആണ്. ദി നെയിം ഓഫ് ദിസ് റൗണ്ട് ഇസ് കലാശക്കൊട്ട്. കലാശക്കൊട്ട്. യെസ്. അപ്പൊ ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഓർമ്മകളിൽ എന്ന മൂവി ഓൾറെഡി യു ഹാവ് ഗിവൺ എ ബ്രീഫ് അബൌട്ട് ദി മൂവി ആൻഡ് ഓൾസോ നമ്മുടെ കാസ്റ്റ് കാര്യങ്ങൾ എല്ലാം നമ്മൾ ഫസ്റ്റ് തന്നെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. സോ അതിൽ ഏതെങ്കിലും ഒരു സ്റ്റാറിനെ യു ഹാവ് ടു കോൾ ആൻഡ് ഒരു പ്രാങ്ക് കോൾ ചെയ്യാം. വിളിച്ചിട്ട് ഒരു പ്രാങ്ക് കോൾ ചെയ്യും. അപ്പൊ ആരെയാ വിളിക്കാൻ പോകുന്നത്? ഞാൻ ആരെ വിളിക്കണ്ടേ? എനിക്ക് പേടിയാ കുറച്ച് വിളിക്കാൻ. ഞാൻ ശങ്കർ പൂജിത. ഐ തിങ്ക് ദാറ്റ്സ് എ ഗ്രേറ്റ് ഓപ്ഷൻ. പൂജുവിനെ വിളിക്കാം. പൂജു എന്റെ നല്ല ക്ലോസ് ഫ്രണ്ടുമാണ്. ഹലോ പൂജു, എവിടെയാടാ? എടാ പൂജു, എനിക്കൊന്നൊരു സഹായം വേണോടാ പൂജു. വന്ന വഴിക്ക് ഞാൻ ഒരു ഇന്ത്യ ഗ്ലിറ്റ്സിന്റെ ഇന്റർവ്യൂല് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ ടയറിന്ന് പഞ്ചറാടാ പൂജു. എടാ പൂജു, അത് പോകുമ്പോ കാർഡാ പൂജു, ഒന്നും ഹെൽപ്പ് ചെയ്യടാ. ലേറ്റ് ആയാ ഞാനല്ല ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട് ഇന്റർവ്യൂവിന് മുമ്പ്. ലൈക്ക് അവിടെ ഇത് ഈ സമയത്ത് എത്തണം ഇങ്ങനെയൊക്കെയാണ്. ബിക്കോസ് ഇപ്പൊ പ്രശ്നം തരുമോ, പോയില്ലെങ്കിൽ ഐ ഹാവ് ടു ഗിവ് some money back, something I have to give, you know, I've signed a bond അങ്ങനെ എന്തോ. അപ്പൊ പ്രശ്നം അവിടെ പൂജു, ഒന്ന് പോടാ. എടാ ബോണ്ട് അല്ല, what do you call that man? There's some compensation you have to give, no, when you don't go back to the agreement I've signed. So I have to give some amount back if I don't go for the interview 20 minutes. ഒന്ന് വരൂ പൂജു പ്ലീസ്. എടാ പൂജു ഒന്ന് വാടാ. എങ്ങനെ പോടാ പൂജു? ഇപ്പൊ ടയർ പഞ്ചർ, വണ്ടി വിട്ടിട്ട് പോകാൻ പറ്റില്ല. പ്രശ്നം വാടാ പൂജു. എടാ പൂജു പ്ലീസ്. Yeah, I don't know where to go. Also location they have sent, but എനിക്ക് മനസ്സിലാവണില്ല. ഇല്ലടാ, ഇവിടെ നിന്ന് 7 മിനിറ്റ് ഉണ്ട്. അടുത്ത് എവിടെയെങ്കിലും ഉണ്ട്. എനിക്ക് എവിടെയെന്ന് അറിയില്ല. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോകണം. അല്ലെങ്കിൽ നീ പോകാൻ പറ്റുമെങ്കിൽ നീ എങ്കിലും പോടാ പ്ലീസ് പൂജു. പ്ലീസ് പോണ പൂജു. എടാ നിന്നെ എപ്പോഴും അങ്ങനെ വിളിക്കാറില്ലല്ലോ ഞാൻ. നീ എപ്പോഴും എടാ അല്ല മറ്റേ ഏത് മൂവില് പറഞ്ഞ ഇതൊക്കെ പ്ലാനിങ് ആയിരുന്നില്ലേടാ പാട്ടി. അല്ല ബാക്കിയുള്ളവർക്ക് പണി തരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ ഞങ്ങൾ എല്ലാരും കൂടി പാവം നമ്മുടെ ആര്യന് ഒരു പ്രാങ്ക് ചെയ്താണ്. ഹാപ്പി ആയില്ലേ? അപ്പൊ അങ്ങനെ പ്രാങ്ക് ചെയ്യാൻ പോയ ആൾക്കാരെ തിരിച്ച് പ്രാങ്ക് കിട്ടി. എന്ത് തോന്നുന്നു ആര്യം ഈ ഒരു നിമിഷത്തില്? നല്ല സന്തോഷം. എനിക്ക് തോന്നി നീ പൂജുവിന്റെ പേര് പറഞ്ഞപ്പോ എനിക്ക് മൈൻഡില് കത്തിയില്ല. അത് ഇവിടെ വരുമെന്ന് എനിക്ക് ഒരു ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. എന്ത് ഫ്രണ്ടിന്റെ ഒരുമിച്ച് വന്ന പെട്രോൾ വേസ്റ്റ് ആയിട്ടുണ്ട്. ഫ്ലാറ്റിന്റെ ഓപ്പോസിറ്റ് താമസിക്കുന്നത് നെയ്ബർ ആക്ച്വലി. പക്ഷെ നമ്മുടെ പ്ലാൻ കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആയി. അതുകൊണ്ട് തന്നെയാണ് ഫ്രണ്ട് എന്ന രീതിയിൽ ഞാൻ ചൂസ് ചെയ്തത്. കാരണം ബേസിക്കലി എന്നെ പണി കൊടുക്കാനായിരുന്നു പ്ലാൻ അല്ലേ? കാരണം എന്നെ ഇത്രയും ഇന്റർവ്യൂല് മൊത്തം നല്ല ട്രോളായിരുന്നു. എനിക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ തിരിച്ച് പണി കൊടുത്തപ്പോഴേക്കും എനിക്ക് കുറച്ചും കൂടി ഒരു സന്തോഷം അല്ലേ? തീർച്ചയായും പണി രണ്ടുപേർക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, പേടിക്കണ്ട. അപ്പൊ നമ്മുടെ ഓർമ്മകളിൽ എന്ന മൂവിയില് കുറെ കാസ്റ്റുകളുണ്ട്, കുറെ നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ പൂജിതയുടെ ക്യാരക്ടറിനെ കുറിച്ച് ഒന്ന് പറയാമോ? എന്റെ ക്യാരക്ടറിന്റെ നേം രശ്മിയാണ്. ദീപക് അടുത്തയുടെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടാണ് ഞാൻ ഈ മൂവിയിൽ ഇതാക്കുന്നത്. സോ ദീപക് അടുത്തയുടെ എല്ലാ വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു ഫാമിലി ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഈ മൂവിയിൽ. So when you talk about best friends, I know that you guys are very close. അപ്പൊ നമ്മുടെ ആര്യൻ പൂജിതയെ കുറിച്ച് എന്തെങ്കിലും നോട്ടി ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയും എന്ന് തോന്നുന്നുണ്ടോ? ഓ ഇവൻ അലമ്പന 100%. മുഖത്ത് നോക്കിയിട്ട് പറയും, പക്ഷെ പുറത്ത് പോയി അങ്ങനെ പറയില്ല. ഇല്ല. പക്ഷെ ഇന്ന് അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞാൽ ആര്യനോ? അതെ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവാം. He told something about you. Good അല്ല, it totally depends on how you take it. പക്ഷെ ആളെ ഞങ്ങളോട് ഏറ്റവും കൂടുതൽ he makes fun of me by calling me ഗണപതി because I eat food and because I'm out of shape. അപ്പൊ ഏകദേശം അങ്ങനെയാണ് ആളെ നമ്മളോട് പറഞ്ഞത്. എല്ലാം പറഞ്ഞത് ഫണ്ണാണ്. അപ്പൊ when I asked about you, what the title card he has given to you is that Undapakru.
പക്രു എന്ന് പറഞ്ഞ അതെ അതെ കണ്ടു പപ്പു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആള് പറഞ്ഞു ലൈക്ക് ഹി ടോൾഡ് ദാറ്റ് ഉണ്ടപ്പക്രു മീൻസ് ഹി മെന്റ് ഇറ്റ് ഇൻ എ വെരി ചബ്ബി like nice friend. ഇനി നീ വീടിനോടത്ത് കിടന്ന് ഉരുളണ്ട, നിനക്കുള്ള പണി ഞാൻ തരാം. അപ്പൊ രണ്ടുപേരും ഇപ്പുറം ഇപ്പുറം പണിയെടുത്തിട്ടുണ്ട്. പാവം ഒരു ഇന്നസെന്റ് അല്ല. But I'll tell you one thing. See, one thing that we all, nammal ella friends that loves about him is that hot chocolate. hot chocolate is something what I love not about him. Thank you. Thank you. I'm coming to Husto, right, for the first time. Yeah. And one of the favorite cafe. Analla, okay. I mean, looks nice. Yeah. So one thing അവനെ കുറിച്ചിട്ട് ലൈക്ക് ഇവൻ എന്നെ പുണ്ടപ്പക്രു പറഞ്ഞെങ്കിൽ നല്ലത് പറയാൻ താല്പര്യമില്ല, പക്ഷെ നല്ലത് പറയണോ ജെന്യൂൻ ആയിട്ട് പറഞ്ഞാൽ മതി. ജെന്യൂനായിട്ട് പറയുകയാണെങ്കിൽ see the best thing about him, what all of us love is that അവൻ is a combination of like you know ഒരു സിറ്റുവേഷനിൽ fun to the extreme ആണ്. He makes everybody laugh. Okay, one plus point ആണ്. Plus ഒരു സീരിയസ് സിറ്റുവേഷൻ വരുമ്പോൾ അത് മെച്ചുവർ ആയിട്ടും ഹാൻഡിൽ ചെയ്യും. അപ്പോൾ ഇവനെ കണ്ടു കഴിഞ്ഞാൽ പക്ക മന്ദബുദ്ധി എന്ന് പറഞ്ഞാലും hot chocolate എന്റെ മക പൂജിക്കും. So he's all a combination of fun and handling situations in a mature way too. That is the best thing. അപ്പൊ എന്താണ് ശരിക്കും എന്താണ് ഓഫർ ചെയ്തത് പൂജിതയ്ക്ക്? വാങ്ങിച്ചോ വാങ്ങിച്ചു നീ എനിക്ക് സിനിമയ്ക്ക് കൊണ്ടുവന്ന് പറഞ്ഞു. എടാ അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസും കൂടി. അപ്പൊ ഇനി ഹൗ ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങളുടെ ലേറ്റസ്റ്റ് മൂവി ഇറങ്ങാണ്. അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിനോട് ഓൾറെഡി പറഞ്ഞു അബൌട്ട് ദി മൂവി ആൻഡ് എവറിഥിങ്. സോ അല്ലെ എല്ലാവരും ഫാമിലി ആണെങ്കിലും എല്ലാ ഓഡിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആയിരിക്കും നമ്മുടെ ഓർമ്മകളിൽ എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു ഡൗട്ടും ഇല്ല. അപ്പം ഐ തിങ്ക് നെക്സ്റ്റ് വീക്ക് റിലീസ് ആവാണ്. സോ ഓൾ ദി വെരി ബെസ്റ്റ് ടു ആര്യൻ. ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മളൊക്കെ മറക്കുമോ? ഇല്ല അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യില്ല. അപ്പോൾ എല്ലാവരും 23 സെപ്റ്റംബർ ദിസ് കമ്മിങ് വീക്ക്, നെക്സ്റ്റ് കമ്മിങ് വീക്ക് എല്ലാവരും നിയറസ്റ്റ് തിയേറ്റേഴ്സിൽ പോയിട്ട് നമ്മളെ ഓർമ്മകളിൽ സിനിമ വാച്ച് ചെയ്യണം. ഓർമ്മയിൽ വെക്കുക നമ്മുടെ സിനിമ. താങ്ക് യു സോ മച്ച് ആര്യൻ.